ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആകാശത്തെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. രാവും പകലും ന്യൂസ് ചാനലിൽ യുദ്ധത്തെക്കുറിച്ചുള്ളതായ വാർത്തകൾ ഇങ്ങനെ സംപ്രേഷണം ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇറാനിൽ പട്ടിണിയിലും അതുപോലെ തന്നെ അതിലേറെ മനോവിഷമത്തിലുമായിരിക്കുന്നതായ ഒരു യുവാവുണ്ട്. അവൻ്റെ പേരാണ് ബിലാൽ. ഈ ബിലാലിനെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിലുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 2 ദിവസമേ ആയുള്ളൂ തൻ്റെ സഹോദരനെ ശത്രു രാജ്യക്കാര് ബോംബ് വർഷിച്ചപ്പോൾ അതിനിടയിൽപ്പെട്ട് മരണപ്പെടുവാനിടയായി തീർന്നു. തൻ്റെ ജീവനതുല്യം സ്നേഹിച്ചതായ ജ്യേഷ്ഠ സഹോദരൻ നഷ്ടപ്പെട്ടതിലുള്ള വേദനയും അതിലുപരി തൻ്റെ സഹോദരനെ കൊന്നതായ ആ ശത്രു രാജ്യത്തോടുള്ള പകയും വൈരാഗ്യവും തൻ്റെ ഉള്ളിലേക്ക് നുരഞ്ഞു പൊങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഇസ്രായേലിൽ യോശുവ എന്ന് പറയുന്ന ഒരു 16-കാരൻ, അവനും ഇതേപോലെ ദുഃഖത്തിന് പ്രയാസമായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശത്രുരാജ്യത്തിൻ്റെ ഭൂമിയിൽ തൻ്റെ മാതാവാണ് തനിക്ക് നഷ്ടപ്പെട്ടത്. താൻ പ്രാണതുല്യം സ്നേഹിച്ച, തനിക്ക് സംരക്ഷണവും സ്നേഹവും സന്തോഷവും എല്ലാം വാരിക്കൊരി തന്നിരുന്ന ആ മാതാവ് നഷ്ടപ്പെട്ടതുള്ളതായ വലിയ ദുഃഖത്തിൽ യോശുവയുമായിരിക്കുകയാണ്. ഈ 2 കൂട്ടരും ഈ ശത്രുരാജ്യങ്ങളുള്ളതായ വൈരാഗ്യവും വിദ്വേഷവും അവരുടെ ഉള്ളിൽ നുരഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു സമയത്ത് അതിന് എന്തെങ്കിലും പ്രതികാരം ചെയ്ത് അടങ്ങൂ എന്നുള്ളതായ ഒരു വാശിയിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആഗോള ക്രിസ്ത്യൻ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഒരാഹ്വാനം താൻ ഉപയോഗിക്കുന്ന ഫോണിലൂടെ വരുവാനിടയായി തീർന്നത്. ഒരു നോട്ടിഫിക്കേഷൻ അവർക്ക് ലഭിച്ചു. അവർ 2 പേരും തമ്മിൽ പരിചയമൊന്നുമില്ല. പക്ഷേ ഈ ക്രിസ്ത്യൻ കൂട്ടായ്മയിലെ പ്രാർത്ഥന സൂം പ്ലാറ്റ്ഫോമിൽ നടക്കുന്നതുകൊണ്ട് അതിൽ 2 പേരും ജോയിൻ ചെയ്തു. 2 രാജ്യങ്ങളിൽ ഇരുന്നാണ്ട് ഇവർ ജോയിൻ ചെയ്തു. ആരംഭത്തിൽ ചില പാട്ടുകൾ പാടി ദൈവജനം ദൈവത്തെ ആരാധിച്ചു. അതിനുശേഷം ശുശ്രൂഷകൻ പ്രസംഗത്തിന് വേണ്ടി ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചു. അത് 1-ാമത്തെ വാക്യം ഇതാണ്. നഹൂം പ്രവചനം 1-ാം അധ്യായം 7-ാം വാക്യം. അതിങ്ങനെ പറയുന്നു: കർത്താവ് നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. നഹൂം പ്രവചനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. അടുത്തൊരു വാക്യം കൂടെ വായിച്ചു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-45 വാക്യമാണത്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. ബിലാൽ ഇങ്ങനെ ഈ വചനം കേട്ട് ആ ശുശ്രൂഷകന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നിൽ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ട് തനിക്ക് മനസ്സിലായി. തനപ്പോൾ ചിന്തിച്ചു, എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ കൊന്നൊടുക്കിയവരോട് പ്രതികാരം ചെയ്യണമെന്നുള്ളതായ മനോഭാവമായിരുന്നു ഞാൻ ഈ സൂം മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത് വരെയും. എന്നാൽ ഞാൻ അവരോട് പ്രതികാരം ചെയ്താൽ എൻ്റെ ഭാവി കൂടി നഷ്ടപ്പെടും എന്നുള്ളതല്ലാതെ എൻ്റെ ജ്യേഷ്ഠൻ ഒരിക്കലും മടങ്ങി വരാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, നിനക്ക് എന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെങ്കിൽ രൂപാന്തരപ്പെടുത്തണം. എൻ്റെ ഈ മനോവിഷമം മാറ്റണം. എൻ്റെ ദാരിദ്ര്യം, എൻ്റെ പ്രയാസങ്ങളെല്ലാം അത് മാറ്റണം. മാത്രമല്ല, ഞങ്ങളുടെ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നതായ ഈ യുദ്ധക്കെടുതിയിൽ നിന്ന് രക്ഷിക്കുകയും അതുപോലെ തന്നെ ഈ യുദ്ധം അവസാനിക്കുകയും ചെയ്യണമേ എന്നവൻ ആ സൂം പ്ലാറ്റ്ഫോമിൽ താൻ ആ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഉള്ളാലെ താൻ പ്രാർത്ഥിക്കാനിടയായി. ഇതേപോലെ തന്നെയാണ് യോശുവ ഈ ദൈവവചനമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിലും എന്തോ ഒരു പരിവർത്തനം നടക്കുന്നതായിട്ട് യോശുവയ്ക്ക് അനുഭവപ്പെട്ടു. യോശുവയെ ഇതുവരെ ഞാനിങ്ങനെ പ്രതികാരദാഹിയായിരുന്നു. ഞാൻ ഈ പ്രതികാരം അവരോട് പ്രതികാരം ചെയ്താൽ എങ്ങനെ പ്രതികാരം ചെയ്യാൻ കഴിയും? ഒരു വൻ രാജ്യത്തോട് ഞാൻ ഏകനായിട്ട് എങ്ങനെ പ്രതികാരം ചെയ്യാൻ കഴിയും? അഥവാ ഞാൻ ചെയ്താൽ എൻ്റെ അമ്മ മടങ്ങി വരുമോ? എൻ്റെ അമ്മ ഒരിക്കലും മടങ്ങി വരാനായിട്ട് പോകുന്നില്ല. പക്ഷേ ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത്. അതിനുവേണ്ടി അവൻ ദൈവത്തോട് പ്രാർത്ഥന കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ സൂം മീറ്റിങ്ങിൽ താൻ എങ്ങനെയായിരുന്നുകൊണ്ട് താൻ
പ്രാർത്ഥനയിൽ മുഴുകി, ദൈവമേ, ഈ യുദ്ധം എത്രയും വേഗം അവസാനിക്കണം, രണ്ട് രാജ്യങ്ങളിലും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം, ഇനി ഞങ്ങളുടെ സഹോദരന്മാരോ സഹോദരിമാരോ ഞങ്ങളുടെ മാതാപിതാക്കളോ ആരും കൊല്ലപ്പെടുവാനിടയാകരുത്. അങ്ങനെ താൻ ശക്തമായി പ്രാർത്ഥിപ്പാനിടയായി. അതായത് അവരുടെ പ്രാർത്ഥന വളരെ ശക്തമായിരുന്നു. നമുക്കറിയാം, 2025 ജൂൺ മാസം 13 വെള്ളിയാഴ്ച ആരംഭിച്ചതായ ഇസ്രായേൽ ഇറാൻ യുദ്ധം ലോകത്തെ ആകമാനം മുൾമുനയിൽ നിർത്തിയത് 12 ദിവസങ്ങളായിരുന്നു. 2025 ജൂൺ മാസം 24 ഇരു വിഭാഗവും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, യുദ്ധം അവസാനിപ്പിച്ചു. ലോകവ്യാപകമായിട്ടുള്ള ദൈവജനത്തിന്റെ പ്രാർത്ഥനയായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്. എന്നാൽ ഈ 12 ദിവസത്തെ യുദ്ധം കൊണ്ട് ആരാണ് വിജയിച്ചത് എന്ന് ചോദിച്ചാൽ ആരും വിജയിച്ചില്ല. എല്ലാവരും പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കണേ. എങ്കിലും അതിന്റെ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ഓരോ രാജ്യക്കാരും അവരവരുടേതായ നേട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഇടയായി. ഇസ്രായേൽ പറഞ്ഞത് എങ്ങനെയാണ്? യുദ്ധത്തിന്റെ ആരംഭ ദിവസം തന്നെ ഞങ്ങൾ ഇറാന്റെ വ്യോമ പ്രതിരോധ ശക്തിയെ തകർത്തു. തീർന്നില്ല, സൈന്യത്തിന്റെ ജനറൽമാരെല്ലാം ഞങ്ങൾ കൊന്നൊടുക്കി. അതുകൊണ്ടും കഴിഞ്ഞില്ല. അതായത് ഇന്റലിജൻസ് മേധാവിമാരെയൊക്കെ വകവരുത്തുവാൻ ഞങ്ങൾ സാധിച്ചു. അതുമാത്രമോ, ആണവ നിലയത്തിൻ്റെ ആ നിലയത്തിലെ ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ ഞങ്ങൾക്ക് വകവരുത്തുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യം വിജയിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതാണ് എന്നായിരുന്നു ഇസ്രായേലിൻ്റെ അവകാശവാദം. ഇറാനും അടങ്ങിയിരുന്നില്ല. ഇറാനും പറഞ്ഞു, ഇസ്രായേൽ വെടിനിർത്തിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങളും വെടിനിർത്തിയത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴൊന്നും വെടിനിർത്തുകയില്ലായിരുന്നു. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ആ കരുത്തുറ്റ വ്യോമ പ്രതിരോധ ശക്തിയെ, ആ സംവിധാനത്തെ ഞങ്ങൾക്ക് ഭേദിക്കുവാനായിട്ട് കഴിഞ്ഞു. മാത്രമോ, ടെൽ അവീവ് പോലെയുള്ളതായ മഹാനഗരങ്ങളെ ഞങ്ങൾ തച്ചുടച്ചു കളഞ്ഞു, അതിനെ നശിപ്പിച്ചു. വീണ്ടും അവർ പറഞ്ഞത്, ഞങ്ങളുടെ സൈന്യബലവും ഞങ്ങളുടെ യുദ്ധസന്നാഹവും കണ്ടിട്ട് ഇസ്രായേലിൽ ഒരാൾ പോലും പുറത്തിറങ്ങാതെ ദിവസങ്ങളോളം അവരെല്ലാം ബങ്കറുകളിൽ ആയിരുന്നു. അതൊക്കെ ഞങ്ങളുടെ വിജയമാണെന്ന് ആരവകാശപ്പെട്ടു? ഇറാൻ അവകാശപ്പെട്ടു. ഇതൊക്കെ ആണെങ്കിലും അമേരിക്കയും വെറുതെ ഇരുന്നില്ല. അമേരിക്കയും പറഞ്ഞത് ഇങ്ങനെയാണ്: ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചതുകൊണ്ട് 2ാം ലോക മഹായുദ്ധം അവസാനിച്ചുവെങ്കിൽ ഇവിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന്റെ ഫലമായിട്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധവും അവസാനിക്കാനിടയായി എന്നാണ്. ഇങ്ങനെ ഓരോരുത്തർ അവരവരുടെ അവകാശവാദങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. കാരണം യുദ്ധത്തിൽ മരണപ്പെട്ടവർ നിരവധിയാണ്. മാത്രമോ, യുദ്ധക്കെടുതി അനുഭവിക്കുന്നത് എത്രയോ പാവപ്പെട്ടവർ, എത്രയോ ജനങ്ങളാണെന്നറിയാമോ? അംഗഭംഗം സംഭവിച്ചു പരിക്കുകളോടെ ഇത് കഴിഞ്ഞുകൂടുന്നവർ നിരവധി പേരാണ്. പൊള്ളലേറ്റും കൈകാലുകൾ തകർന്നും ശരീരാസകലം മുറിവേറ്റും യാതന അനുഭവിക്കുന്നവർ ധാരാളമാണ്. അതുകൊണ്ട് മാത്രം തീർന്നില്ല, പട്ടിണി പാവങ്ങളാക്കി അത്രത്തോളം വലിയ പരിതാപകരമായ അവസ്ഥയിലേക്ക് ജനത്തെ നയിച്ചതും ഈ യുദ്ധം. അതുമാത്രമോ, കൂറ്റൻ കെട്ടിടങ്ങൾ, ഇരു രാജ്യങ്ങളിലുമായി എത്രയോ കൂറ്റൻ കെട്ടിടങ്ങളാണ് തകർന്ന് തരിപ്പണമായത്. എത്രയോ സ്ഥാപനങ്ങളാണ് ഇല്ലാണ്ടായത്. ഇനി ഇതെല്ലാം പണിതുയർത്തുക എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ട് സാധിക്കും? എന്ന് ഇതൊക്കെ പൂർത്തീകരിക്കാണ്ട് കഴിയും? ഇതിനൊക്കെ വരുന്നതായ ഭീമമായ സംഖ്യ ഇനി എവിടെ നിന്നുണ്ടാക്കും? യുദ്ധത്തിന് വേണ്ടി ചെലവ് ചെയ്തതായ ആ പണമൊക്കെ
എങ്ങനെ സമാഹരിക്കാൻ കഴിയും? ഇതൊക്കെ ഓർക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ യുദ്ധത്തിൽ ആരും ജയിച്ചില്ല, എല്ലാവരും പരാജയപ്പെടുകയാണ് ചെയ്തത്. അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളത് കാര്യമാണെങ്കിൽ തന്നെ അതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം മറക്കരുത്. അതിന് തിക്താനുഭവം ലോകത്തുള്ള സകല മനുഷ്യരും അനുഭവിക്കേണ്ടതായിട്ട്, 1000 രാജ്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവർക്കും അതിൻ്റെതായ പരിണിത ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. ശ്രദ്ധിക്കണേ. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും. ബിലാലിനെയും യോശുവയെയും പോലെ 2 രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അവർക്ക് മനപരിവർത്തനം വന്നു. അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടതാണ്. ഒരാൾക്ക് തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ നഷ്ടപ്പെട്ടപ്പോൾ മറ്റൊരാൾക്ക് തൻ്റെ അമ്മയാണ് നഷ്ടപ്പെട്ടത്. ഈ 2 പേർക്കും ഒരു രൂപാന്തരം വന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇനിയെങ്കിലും ഒരു യുദ്ധമുണ്ടാകരുത്, ഇനി ഒരാൾ പോലും ഞങ്ങളെ പോലെ അനാഥരായി തീരുവാനിടയാകരുത്. ഞാൻ പറയാം, അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഈ യുദ്ധം 12 ദിവസം കഴിഞ്ഞ് അവസാനിച്ചതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കും ലോക സമാധാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തെവിടെയും ഇനി ഒരു യുദ്ധമുണ്ടാകരുത്, ആ യുദ്ധക്കെടുതികളുണ്ടാകരുത്. അതിൻ്റെ പരിണിത ഫലം ഭയങ്കരമായിരിക്കും, ഭയാനകമായിരിക്കും. അതുകൊണ്ട് നമുക്കും ഒരു യുദ്ധമില്ലാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് പ്രത്യാശിക്കാം. അതിലൂടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നവരെയും സർവശക്തനായ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.